CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് നമ്മോടൊപ്പം ചേരുകയാണ്. കണ്ടല്ലോ, വാർത്തകളൊക്കെ കണ്ടല്ലോ. PK ശശി ഒന്ന് പറയുന്നു, അതിനുശേഷം അത് തിരുത്തി പറയുന്നു, പിന്നീട് VK ശ്രീകണ്ഠൻ ക്ഷണിക്കുന്നു. എന്താണ് ഇങ്ങനൊരു സംഭവം? PK ശശിയെ പോലൊരു നേതാവിനെ വെച്ചാണ് ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം വരുന്നത്. ഇന്ന് ഏതൊരു പത്രത്തിൽ കണ്ടു, ശ്രീകണ്ഠൻ ഒരു ഷർട്ട്, വെള്ള ഷർട്ടൊക്കെ ആർക്കോ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കണ്ടു. അത് എനിക്കത് കണ്ടപ്പോൾ ചിരി വന്നത്, കോൺഗ്രസ് ഓഫീസിലെ അവർ ഉപേക്ഷിച്ച് പോയിട്ടുള്ള കുറേ അധികം ഷർട്ട് അവിടെ വെറുതെ കിടക്കുന്നുണ്ട്. അതായത് ഡോക്ടർ സരിൻ, ഷാനിബ്, ഇപ്പോൾ അവസാനം കോട്ടായിൽ മോഹനൻ, അവരൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള ഷർട്ടുകളാണ് DCC ഓഫീസിൽ കുറേ വെറുതെ കിടക്കുന്നുണ്ട് തോന്നുന്നു. അത് മുമ്പാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളപ്പൊക്കക്കാരൊക്കെ വന്നിരുന്നു, ഇപ്പോൾ അവർ പോലും വരുന്നില്ല. അപ്പോൾ അത് അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള അവർ നിശ്ചയിച്ചോട്ടെ. ആ ഷർട്ടൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും പാകാവുന്നതല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാൾക്കും പാകാവാത്ത ഷർട്ടാണ് അത്. കോൺഗ്രസ്സുകാർ ഉപേക്ഷിച്ച് പോയതാണ്. അവരെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഇനിയും കോൺഗ്രസ് എന്ന ആളുകൾ അവരുടെ വെള്ള ഷർട്ട് ഉപേക്ഷിച്ച് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരും, കതർ ഷർട്ട് ഉപേക്ഷിച്ചിട്ട്. അപ്പോൾ അത് അവരെ ഉപേക്ഷിച്ച് പോയിട്ട് ഷർട്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും പാകാവുന്നതല്ല. അത് ശ്രീകണ്ഠൻ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. മുമ്പാണെങ്കിൽ വെള്ളപ്പൊക്കക്കാർ വന്നിരുന്നു, ഇപ്പോൾ അവർ പോലും വരുന്നില്ല. ആർക്കാ കൊടുക്കേണ്ടതെന്നുള്ള അവർ നിശ്ചയിച്ചോട്ടെ. ഞാൻ നിർത്തി ചോദിച്ചോട്ടെ, ഈ വീണ്ടും അവിടെ അഴിമതി ആരോപണം ഉണ്ടെന്ന് DYFI പറയുന്നു. ആ വേദിയിൽ വെച്ച് VK ശശി അത്തരത്തിലൊരു നിലപാട് പറയുന്നു. വീണ്ടും DYFIയുടെ മറുപടി. ഇന്നലെ പാർട്ടി ഓഫീസിന് നേരെ ഒരു പടക്കം, സാമൂഹ്യ വിരുദ്ധനാണെന്ന് പറയുമ്പോഴും അദ്ദേഹം മുൻ പാർട്ടിക്കാരനാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് പാലക്കാടും മണ്ണാർക്കാടും ഒക്കെ? പാലക്കാട്ടൊന്നും സംഭവിക്കില്ല, മണ്ണാർക്കാട്ടാണല്ലോ ഈ വാർത്ത വന്നത്. അതിപ്പോൾ അവർ അവിടെ നിന്ന് പറഞ്ഞോളും. അത് ഇപ്പോൾ എനിക്ക് മുഴുവൻ ഞാൻ പറയേണ്ട കാര്യമില്ല. അത് VK ശശി പോകുമെന്ന് തോന്നുന്നുണ്ടോ? അത്തരത്തിൽ ശ്രീകണ്ഠൻ്റെ ഒരു ക്ഷണപ്രകാരം പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളും പോവില്ല, ഒറ്റയാളും പോവില്ല. കാരണം ഞങ്ങളുടെ പാർട്ടിയിലെ ഒരാൾ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം മനസ്സിലാക്കിയിട്ടാണ്. കോൺഗ്രസ് നിന്ന് കുപ്പായ ഉപേക്ഷിച്ച് പോകുന്ന പോലെ CPM നിന്ന് കുപ്പായ ഉപേക്ഷിച്ച് ആരും പോവില്ല. അത് കോൺഗ്രസ്സുകാർ, ശ്രീകണ്ഠൻ ഈ കുപ്പായം കുറേ അവിടെ വെറുതെ ശശിയെയാണ് ഇത്തരത്തിൽ ക്ഷണിച്ചിട്ടുള്ളത്. PK ശശി അദ്ദേഹം പോകുന്ന ഒരു ഘട്ടത്തിലും കരുതുന്നില്ലല്ലോ അങ്ങ്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളും പോവില്ല, ഒറ്റയാളും പോവില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളും കോൺഗ്രസ്സിലേക്ക് പോകുന്നതായിട്ട് ഇതുവരെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് പോയിട്ടുള്ള ഒരാൾ. എന്നാൽ കോൺഗ്രസ് നിന്ന് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന് TK ഹംസ മുതൽ, ഫിലിപ്പോസ് മുതൽ, DCC പ്രസിഡന്റ് മുതൽ, KP അനിൽകുമാർ, KPCCയുടെ ജനറൽ സെക്രട്ടറി മുതൽ, ഇപ്പോൾ അവസാനം നമ്മുടെ ജില്ലയിലത്തെ ആൾക്കാർ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡോക്ടർ സരിൻ, ഷാനിബ് ഇപ്പോൾ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ഞങ്ങളുടെ DYFI സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. അവസാനം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കോട്ടായി അവരുടെ മണ്ഡലം പ്രസിഡന്റ് മോഹനൻ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നു. വരുമ്പോൾ അവരെ കോൺഗ്രസിൻ്റെ ആഫീസ് പൂട്ടിയ താക്കോലും കൂടിയാണ് വന്നത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പാർട്ടി ഓഫീസൊന്നും ആവശ്യമില്ല, ഞങ്ങളുടെ കൂടെ ആൾക്കാർ മാത്രമേ ആവശ്യമുള്ളൂ. ഞങ്ങളുടെ പാർട്ടിക്ക് ഇഷ്ടംപോലെ ഓഫീസുകളുണ്ട്. നാട്ടുകാരുടെ നിന്ന് പണം പിരിച്ചിട്ട് ഞങ്ങൾ ജനങ്ങളുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ആഫീസ് ഞങ്ങൾക്ക് ആവശ്യമില്ല, ജനങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞു. കോട്ടായി മണ്ഡലം പ്രസിഡന്റ് പാർട്ടി ഓഫീസ് പൂട്ടിയ താക്കോലും കൊണ്ടാണ് ഞങ്ങളുടെ കൂടെ വന്നത്. PK ശശിയെ എന്തുകൊണ്ടായിരിക്കും എങ്ങനെ അവർ ക്ഷണിച്ചിട്ടുണ്ടാവും? അതൊരു പ്രശ്നം തന്നെയല്ലേ? PK ശശി ഇവിടുത്തെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹം പിന്നെ ഇപ്പോൾ പാർട്ടിയിൽ നിന്നൊരു നടപടി നേരിട്ട് താഴ്ത്തു നിൽക്കുന്നു എന്ന് മാത്രമല്ല, പക്ഷേ അദ്ദേഹത്തെ ക്ഷണിച്ചു എന്നുള്ളതൊരു പാർട്ടി നോക്കിക്കാണ്ടേ? ശശി പോകുന്നു കരുതുന്നുണ്ടോ? അതായത് കോൺഗ്രസ് നിന്ന് വരിവരിയായിട്ട് പടല കൊഴിഞ്ഞതുപോലെ ആളുകൾ ഒഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ വരികയാണല്ലോ. ഞങ്ങളുടെ ആ കൂടെ അങ്ങനെ വരുന്ന മോഹഭംഗം കൊണ്ട് ഇരുന്ന് ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ ഒരു ശ്രമം അങ്ങനെ നടത്തിയതായിരിക്കും. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളും കോൺഗ്രസ് പാർട്ടിയിലേക്ക് അവർ തലകുത്തി പറഞ്ഞാലും CPM ഒന്നും ഒരാളെ പോലും കിട്ടില്ല. ശശി പോകുന്നു ഒരിക്കലും ഒരാളും ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് പോവില്ല, ഒറ്റയാളും പോവില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കോൺഗ്രസ് ആവാൻ പറ്റില്ല. കാരണം പ്രത്യയശാസ്ത്ര കുപ്പായ, വെള്ളക്കുപ്പായല്ല. തീർച്ചയായും അതാണ് NN കൃഷ്ണദാസിന് പറയാനുള്ള. ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവാണ്. രാജീവ് സുധീനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.